നമസ്കാരം. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇന്ന് വൻതോതിൽ ഇടിഞ്ഞിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ താഴ്ചയായ 85 നിരക്കിലെത്തിയിരിക്കുകയാണ് വ്യാഴാഴ്ച. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ കുറവ് വരുത്തിയ പിന്നാലെയാണ് ഇന്ത്യൻ രൂപ ഇടിഞ്ഞിരിക്കുന്നത്. 25 ബേസിസ് പോയിന്റാണ് പലിശ നിരക്ക് കുറച്ചിരിക്കുന്നത്. തൊട്ടു പിന്നാലെ ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചത് രൂപയ്ക്ക് തിരിച്ചടിയാവുകയായിരുന്നു. ഓഹരി വിപണികളിലും വലിയ ഇടിവാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് അടുത്ത വർഷം പ്രതീക്ഷിച്ച പോലെ പലിശ നിരക്ക് കുറയ്ക്കില്ല എന്ന വിവരം പുറത്തു വന്നതാണ് ഏറ്റവും കൂടുതൽ വിപണിയെ തളർത്തിയത്. ബുധനാഴ്ച 84.95 എന്ന നിരക്കിൽ വരെ എത്തിയ ശേഷം രൂപ അല്പം മെച്ചപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ തുടങ്ങിയ വ്യാപാരത്തിൽ, അതായത് വ്യാഴാഴ്ച രാവിലെ തുടങ്ങിയ വ്യാപാരത്തിൽ 85.06 എന്ന നിരക്കിലേക്ക് വീഴുകയായിരുന്നു. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുകയെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഡോളറിനെതിരെ 83 എന്ന നിരക്കിൽ നിന്ന് 84ലേക്ക് രൂപ ഇടിയുന്നതിന് 14 മാസം വേണ്ടി വന്നിരുന്നു. എന്നാൽ 84-ൽ നിന്ന് 85ലേക്ക് ഇടിയാൻ വെറും 2 മാസമേ എടുത്തിട്ടുള്ളൂ. ഇന്ത്യൻ രൂപയുടെ മൂല്യം അതിവേഗം ഇടിയുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇത് ആഭ്യന്തര വിപണിയിൽ വലിയ തിരിച്ചടിക്ക് ഇടയാക്കും. അവശ്യ വസ്തുക്കളുടെ വില കുത്തനെ വർദ്ധിക്കാൻ കാരണമാവുകയും ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്യും. ഇന്ത്യൻ രൂപ മാത്രമല്ല, ഏഷ്യൻ കറൻസികളെല്ലാം മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. കൊറിയയുടെ വൺ, മലേഷ്യയുടെ റിൻഗിറ്റ, ഇന്തോനേഷ്യയുടെ റുപ്പിയ എന്നിവയെല്ലാം 0.8 മുതൽ 1.2% വരെ താഴ്ന്നിട്ടുണ്ട്. ഡിസംബറിൽ ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്. എന്നാൽ അടുത്ത വർഷം 4 തവണ പലിശ കുറയ്ക്കും എന്നായിരുന്നു കരുതിയത്. 2025-ൽ 2 തവണ മാത്രമേ കുറയ്ക്കൂ എന്നാണ് പുതിയ വിവരം. ഇതോടെയാണ് വിപണി താളം തെറ്റിയത്. ഇക്കഴിഞ്ഞ ജൂലൈ സെപ്റ്റംബർ പാദവർഷത്തിലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാണ്. 7 പാദവാർഷികങ്ങളിലെ കണക്ക് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ മുന്നേറ്റം മാത്രമാണ് ഉണ്ടായത്. ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കുന്നു എന്നതാണ് വെല്ലുവിളി. വിദേശ മൂലധനം രാജ്യത്തേക്ക് വരുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഡോളർ സൂചിക ഏറെ കാലത്തിന് ശേഷം 108 എന്ന നിരക്കിലെത്തിയതും ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയാവുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ RBI പലിശ നിരക്ക് വൈകാതെ തന്നെ കുറച്ചേക്കുമെന്നാണ് അറിയുന്നത്. ആവശ്യമുള്ള മിക്ക വസ്തുക്കളും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ക്രൂഡ് ഓയിലാണ് ഇതിൽ പ്രധാനം. ആവശ്യമുള്ളതിന് 85% എണ്ണയും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പണം വലിയ തോതിൽ പുറത്തേക്ക് പോകാൻ കാരണമായിട്ടുണ്ട്. ഇറക്കുമതി കൂടുകയും കയറ്റുമതി കുറയ്ക്കുകയും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കോട്ടം തട്ടിക്കും. എല്ലാ അവശ്യ വസ്തുക്കൾക്കും വില കുതിച്ചുയരുന്ന സാഹചര്യം വരികയും ചെയ്യും. അതേസമയം വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് നേട്ടമാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം. അവരുടെ അധ്വാനത്തിന് ഉയർന്ന മൂല്യം കിട്ടും. പക്ഷേ നാട്ടിലേക്ക് പണം അയച്ചാൽ വിലക്കയറ്റം കാരണം വേണ്ട ഗുണം ലഭിക്കില്ല. രൂപയും UAE ദിർഹവും തമ്മിലുള്ള വ്യത്യാസം 23.14 എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നാട്ടിലേക്ക് പണം അയക്കുന്ന UAE പ്രവാസികൾക്ക് വലിയ നേട്ടമായിരിക്കും സമ്മാനിക്കുക.